വണ്ടിയുടെ ഇൻഷുറൻസ് പോളിസി ഡീലർഷിപ്പ് ടൈപ്പോടുകൂടി തന്നെ എടുക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? യെസ്, അതൊരു നല്ല ചോദ്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നോർമലി എല്ലാവർക്കും ഒരു സംശയമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് നമ്മൾ ഡീലർഷിപ്പിൽ ടൈപ്പുള്ള പോളിസി എടുക്കണോ അതോ ഔട്ട്സൈഡ് പല ഏജൻസിൻ്റെ അടുത്തുനിന്ന് പോളിസി എടുക്കാം. അത് നിങ്ങളുടെ ഓപ്ഷനാണ്, കസ്റ്റമേഴ്സിൻ്റെ ഓപ്ഷനാണ്. പക്ഷേ ഇതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളും അതിൻ്റെ ബെനിഫിറ്റ്സും രണ്ടും ഉണ്ടല്ലോ. നമ്മളിപ്പോൾ നോർമലി ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടി നമ്മളുടെ നിയറസ്റ്റ്, നമ്മളിപ്പോൾ ഒരു ടൈപ്പ് പോളിസി ആണെങ്കിൽ നിയറസ്റ്റ് ഡീലർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നു. അത് വാറണ്ടിയുള്ള വണ്ടിയാണെങ്കിൽ ഫ്രീ ഒരു ടൈപ്പ് കിട്ടും, ഫ്രീ ആയിട്ട് ഒരു ടോയിങ് ഫ്രീ ആയിട്ട് കിട്ടും നമുക്ക്. ആ വാറണ്ടി പീരീഡിലാണെങ്കിൽ ആ വണ്ടി ഫ്രീ ആയിട്ട് ടോ ചെയ്ത് നിയറസ്റ്റ് ഡീലർഷിപ്പിൽ കൊണ്ടുവരും. ഡീലർഷിപ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആകെ കൂടെ ചെയ്യേണ്ടത്, ആക്സിഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു മേജർ ആക്സിഡൻ്റ് ആണ്, കൊളാറ്ററൽ ഡാമേജസ് ഒന്നുമില്ല, ആർക്കും ഇഞ്ചുവേർഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു GD എൻട്രി മാത്രം മതി. ഒരു മേജർ ആക്സിഡൻ്റ് ആണ്, ചെറിയ ഇതാണെങ്കിൽ സ്പോട്ട് ഫോട്ടോ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. തേർഡ് പാർട്ടി വേറെ ആർക്കും പരാതിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ആ റിപ്പോർട്ട് മാത്രം മതി. നമുക്ക് അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് വാലിഡ് ആയിട്ടുള്ള ഒരു ഒരു ലൈസൻസ്, ഇൻഷുറൻസ് പോളിസി. അത് നമ്മളെടുത്ത് എടുത്തതാണെങ്കിൽ നമ്മൾ അതിൻ്റെ കോപ്പി കൊണ്ടുവരേണ്ട കാര്യമില്ല, അത് നമ്മളുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും, നമ്മളുടെ സിസ്റ്റത്തിലുള്ളതാണ്. അത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ടൈപ്പ് പോർട്ടലിൽ ഉണ്ടായിരിക്കും, അത് നമ്മൾ അവിടെ നിന്ന് എടുക്കും. ഒറിജിനൽ RC, ഈ 3 കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ ആകെ കൂടെ ചെയ്യണം. ആ കോസ് ഓഫ് ആക്സിഡൻറ്റ് നമ്മളെ ഇൻഷുറൻസ് ക്ലെയിം ഇൻറ്റിമേഷൻ ഫോം ഉണ്ട്, ആ ഫോമിൽ ഫില്ല് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ തന്നെ അത് നമ്മളുടെ ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് ആ ടൈപ്പ് എടുത്തിട്ടുള്ളത് ആ ഇൻഷുറൻസ് കമ്പനിയുടെ പോർട്ടലിൽ നമ്മളത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 24 hours സർവേറെ അവർ അലോട്ട് ചെയ്യും. 48 hours സർവേ നടന്നിരിക്കണം, അതാണ് റൂള്. 48 hours ഒരു സർവേ നടത്തും. സർവേ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വർക്ക് അപ്രൂവൽ തരും. പാർട്സ് ഓർഡർ ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വർക്ക് കംപ്ലീറ്റ് ആവുന്ന ദിവസം വെറും 1000 രൂപ മുതൽ 1500 രൂപ വരെയുള്ള കമ്പൽസറി ഡിപ്രീസിയേഷൻ എന്നുള്ളൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടി ഇവിടുന്ന് റിലീസ് ചെയ്ത് കൊണ്ടുപോകാം വർക്ക് കഴിഞ്ഞിട്ട്.